ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠമായിട്ടുള്ള എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇത് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു നല്ല രസമുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇത് എഴുതിയിട്ടുള്ളത് ഗബ്രിയേൽ ഗാർഷിയ മാർക്വസ് എന്ന് പറയുന്ന ഒരു ഓഥറാണ്, കൊളംബിയൻ ഓഥറാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ്, ഷോർട്ട് സ്റ്റോറി പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഓഥറിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. ഗബ്രിയേൽ ഗാർഷിയ മാർക്വസ് 1927 to 2014, 1927 ജനിച്ച് 2014 നമ്മുടെ ഈ ലോകം വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ ഒരു ഓഥറായിട്ടുള്ള ആളാണ് ഗബ്രിയേൽ ഗാർഷിയ മാർക്വസ് എന്ന് പറയുന്നത്. വാസ് എ കൊളംബിയൻ നോവലിസ്റ്റ്. അദ്ദേഹം ഒരു കൊളംബിയൻകാരനായിട്ടുള്ള ഒരു നോവലിസ്റ്റ് ആയിരുന്നു. ആൻഡ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് ദി 20th century. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും അറിയപ്പെട്ട ഏറ്റവും മഹാനായിട്ടുള്ള ഒരു വലിയ എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. He was awarded the Nobel Prize for Literature in 1982. 1982 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സാഹിത്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ, നോ വൺ റൈറ്റ്സ് ടു ദ കേർണൽ ആൻഡ് 100 years ഓഫ് സോളിറ്റ്യൂഡ്. ഇത് മൂന്നും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട എഴുത്തുകളിൽ പെട്ടതാണ്. ഹി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് നോൺ ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സ് ഓഫ് അവർ ടൈം. നമ്മുടെ ഈ കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും അറിയപ്പെട്ട ഒരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്നുള്ളതാണ് നമ്മുടെ ഷോർട്ട് സ്റ്റോറിയുടെ പേര്. എ വെരി ഓൾഡ് മാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രായമായ മനുഷ്യൻ, വിത്ത് എനോമസ് വിങ്സ് വലിയ ചിറകുകളുള്ള ഒരു പ്രായമായ മനുഷ്യൻ എന്നാണ് ഈ ഷോർട്ട് സ്റ്റോറിയുടെ ടൈറ്റിൽ. ഒരു പ്രായമായ വലിയ ചിറകുകളുള്ള, സാധാരണ മനുഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സൂപ്പർ നാച്ചുറൽ, ഒരു അമാനുഷികമായിട്ടുള്ള വലിയ ചിറകുകളുള്ള ഒരു വയസ്സനായിട്ടുള്ള ഒരു പ്രായമായിട്ടുള്ള ഒരു മനുഷ്യന്റെ കഥയാണ് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറയുന്ന ഗബ്രിയേൽ ഗാർഷിയ മാർക്വസ് എഴുതിയിട്ടുള്ള ഈ ഷോർട്ട് സ്റ്റോറി. ഈ ഷോർട്ട് സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുമ്പ് അതിന്റെ മുകളിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ട് നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. മുകളിൽ പറയുന്നത് കൈൻഡ്നെസ് ആൻഡ് എംപതി ആർ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഇൻ അവർ വേൾഡ്. കൈൻഡ്നെസ്, ദയയും, ആൻഡ് എംപതി, സഹാനുഭൂതിയും, ആർ എസെൻഷ്യൽ ക്വാളിറ്റീസ്, അത് ആവശ്യമായിട്ടുള്ള ഗുണങ്ങളാണ് ഇൻ അവർ വേൾഡ്, നമ്മുടെ ഈ ലോകത്ത്. അപ്പോൾ നമ്മുടെ ഈ ലോകത്ത് മനുഷ്യന് അത്യാവശ്യമായിട്ടുള്ള ഗുണങ്ങളിൽപ്പെട്ട രണ്ടെണ്ണമാണ് കൈൻഡ്നെസ്സും എംപതിയും. ദയ കാണിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹം, സഹാനുഭൂതി കാണിക്കുക എന്നുള്ളതാണ് ഇതിനർത്ഥം. ഇവ രണ്ടും സ്പ്രെഡ് ലൈറ്റ്, പ്രകാശം പരത്തുന്നു, ആൻഡ് ഹോപ്പ്, പ്രതീക്ഷ നൽകുന്നു, ഇവൻ ഇൻ ദ ഡാർക്കസ്റ്റ് ടൈംസ്, നമ്മുടെ ഇരുണ്ട സമയങ്ങളിൽ പോലും, നമ്മൾ തളർന്നിരിക്കുന്ന, നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന, തോറ്റു നിൽക്കുന്ന സമയത്ത് പോലും ഇവ നമുക്ക് പ്രകാശം നൽകുന്നു, പ്രതീക്ഷ നൽകുന്നു എന്നാണ് പറയുന്നത്. Our society tends to isolate the ones who appear different, especially those who are weak and vulnerable. അവർ സൊസൈറ്റി, നമ്മുടെ ഈ സമൂഹം, ടെൻസ്, പ്രവണത കാണിക്കുന്നു. എന്തിനാണ് പ്രവണത കാണിക്കുന്നത്? ടു ഐസൊലേറ്റ്, ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട്. ദ വൺസ്, ചില ആൾക്കാരെ. എങ്ങനെയുള്ള ആൾക്കാരാണ്? ഹു, അവര്, അപ്പിയർ, പ്രത്യക്ഷപ്പെടുന്നു, അവരെ കാണപ്പെടുന്നു, ഡിഫറെന്റ്, വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരെ എപ്പോഴും ഒറ്റപ്പെടുത്താനുള്ള ഒരു പ്രവണത നമ്മുടെ സമൂഹം കാണിക്കുന്നുണ്ട്. എസ്പെഷ്യലി, പ്രത്യേകിച്ചും ആരാന്നറിയോ? ദോസ്, ചില ആൾക്കാർ. ഹു, അവരെങ്ങനെയാണ്? ആർ വീക്ക്, അവര് ബലഹീനരാണ്. ആൻഡ് വൾണറബിൾ, ദുർബലരാണ്. അപ്പൊ ദുർബലരായിട്ടുള്ള, ബലഹീനരായിട്ടുള്ള ആൾക്കാരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്താനും മാറ്റി നിർത്താനും നമ്മുടെ സമൂഹത്തിന് ഒരു പ്രവണതയുണ്ട്. We may not always realize that even small acts of compassion can have a significant impact on many lives. We may not always, നമ്മൾ പലപ്പോഴും നമ്മൾ റിയലൈസ് ചെയ്യാറില്ല, നമ്മൾ മനസ്സിലാക്കാറില്ല, തിരിച്ചറിയാറില്ല. ദാറ്റ്, എന്താണ് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത്? ഈവൻ സ്മോൾ ആക്ട്സ് ഓഫ് കമ്പാഷൻ, നമ്മൾ ചെയ്യുന്ന ചെറിയ കരുണയുടെ പ്രവർത്തനങ്ങൾ പോലും ക്യാൻ ഹാവ്, അതിനുണ്ടാക്കാൻ കഴിയുമെന്ന് നമ്മൾ തിരിച്ചറിയാറില്ല. എ സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓൺ മെനി ലൈഫ്സ്. സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട്, ഒരു കാര്യമായ മാറ്റം, ഓൺ മെനി ലൈഫ്സ്, മറ്റൊരുപാട് ജീവിതങ്ങളിൽ. അപ്പൊ നമ്മൾ ചെയ്യുന്ന ചെറിയ കരുണയുടെ ചെറിയ പ്രവർത്തനങ്ങൾ പോലും മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറില്ല? തിരിച്ചറിയാറില്ല. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് പോവാം. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്, ഒരു വളരെ പ്രായമായ വലിയ ചിറകുകളുള്ള ഒരു മനുഷ്യന്റെ കഥ. The light was weak even at noon. The light, പ്രകാശം, was weak, വളരെ കുറവായിരുന്നു. Even at noon, ഉച്ചയായിട്ട് പോലും. അപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട്, പക്ഷെ എങ്കിൽ പോലും അവിടെ പ്രകാശമൊന്നും ഉണ്ടായിരുന്നില്ല. When, അപ്പോൾ, പെലയോ വാസ് കമ്മിങ് ബാക്ക്. എപ്പോഴാണ് പെലയോ വാസ് കമ്മിങ് ബാക്ക്? പെലയോ എന്ന് പറയുന്ന നമ്മുടെ ഈ കഥയിലെ കഥാപാത്രം വാസ് കമ്മിങ് ബാക്ക്, അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത്, ടു ദി ഹൗസ്, അയാളുടെ വീട്ടിലേക്ക്.
ഇറ്റ് വാസ് ഹാർഡ്, അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഫോർ ഹിം, അദ്ദേഹത്തിന്, ടു സീ, കാണാൻ. എന്ത് കാണാനാണ് അയാൾക്ക് ബുദ്ധിമുട്ടായത്? വാട്ട് വാസ് മൂവിങ്, എന്താണ് അനങ്ങുന്നത് എന്ന് കാണാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഉച്ചയായിട്ട് പോലും അവിടെ വെളിച്ചം കുറവായിരുന്നു നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്താണ് നീങ്ങുന്നത്, അനങ്ങുന്നത് എന്ന് കാണാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആൻഡ് ഗ്രോണിങ്, ഗ്രോണിങ് എന്ന് പറഞ്ഞാൽ നിരങ്ങുക. അപ്പൊ എന്തോ ഒരു സാധനം അവിടെ അനങ്ങുന്നുണ്ട്, നിരങ്ങുന്നുണ്ട്. എവിടെയാണ്? ഇൻ ദ റിയർ, പിറകുവശത്തായിട്ട്, ഓഫ് ദി കോർട്ട്യാർഡ്, അയാളുടെ മുറ്റത്തിന്റെ. അപ്പോ ഒരു ദിവസം ഉച്ചക്ക് പെലയോ എന്ന് പറയുന്ന നമ്മുടെ കഥാപാത്രം അയാളുടെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുന്ന സമയത്ത് ഉച്ചയായിട്ട് പോലും അവിടെ വെളിച്ചം കുറവായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുറ്റത്തിന്റെ പിറകുവശത്ത് എന്തോ അനങ്ങുന്നതും നിരങ്ങുന്നതും അദ്ദേഹം കാണുന്നുണ്ട്. പക്ഷെ അത് എന്താണെന്ന് അദ്ദേഹത്തിന് കാണാൻ ബുദ്ധിമുട്ടായിരുന്നു. ഹി ഹാഡ് ടു ഗോ, അദ്ദേഹത്തിന് പോകേണ്ടി വന്നിരുന്നു. വെരി ക്ലോസ്, വളരെ തൊട്ടടുത്തേക്ക്, ടു സീ, കാണാൻ വേണ്ടിയിട്ട്. ദാറ്റ്, എന്താണ് അദ്ദേഹം കണ്ടത്? ഇറ്റ് വാസ് എൻ ഓൾഡ് മാൻ, അത് വളരെ പ്രായമായ ഒരു മനുഷ്യനായിരുന്നു. എ വെരി ഓൾഡ് മാൻ, വളരെ പ്രായമായിട്ടുള്ള ഒരു മനുഷ്യൻ. ദ മാൻ, ആ മനുഷ്യനുണ്ടല്ലോ, വാസ് ലയിങ്, അദ്ദേഹം കിടക്കുകയായിരുന്നു. ഫേസ് ഡൗൺ, മുഖം താഴേക്ക് ആക്കിയിട്ട് അദ്ദേഹം കിടക്കുകയായിരുന്നു. ഇൻ ദി മഡ്, ചളിയിൽ. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രെമൻഡസ് എഫേർട്സ്, അദ്ദേഹം ശക്തമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും, ദ മാൻ, ആ മനുഷ്യന്, കുഡിൻ ഗെറ്റപ്പ്, അദ്ദേഹത്തിന് എണീക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇംബഡഡ്, തടസ്സമായിരുന്നു. ബൈ ഹിസ് എനോമസ് വിങ്സ്, അയാളുടെ വലിയ ചിറകുകൾ അദ്ദേഹത്തിന് എണീക്കാൻ തടസ്സമായിരുന്നു. ഫ്രൈറ്റൻഡ്, പേടിച്ചിട്ട്. ബൈ ദി സൈറ്റ്, ഈ കാഴ്ച കണ്ട് പേടിച്ചിട്ട്. പെലയോ എന്ന് പറയുന്ന നമ്മുടെ കഥാപാത്രം ഉണ്ടല്ലോ, അദ്ദേഹം റാൻ, ഓടി. എങ്ങോട്ടാ ഓടിയത്? ടു ഗെറ്റ് എലിസെൻഡ ഹിസ് വൈഫ്, അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള എലിസെൻഡ എന്ന് പറയുന്ന സ്ത്രീയെ വിളിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഓടി. ഷി വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. ഷി വാസ് പുട്ടിങ്, ആ സ്ത്രീ എലിസെൻഡ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ, പുട്ടിങ്, വെച്ചു കൊടുക്കുകയായിരുന്നു. കംപ്രസസ് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള തുണികൾ. അതായത് നമ്മൾ രോഗികളായി കഴിഞ്ഞാൽ അവരുടെ തലയിലൊക്കെ എന്ത് ചെയ്യും? നനഞ്ഞ തുണിയൊക്കെ വെച്ച് കൊടുക്കും അല്ലെ? അങ്ങനെയുള്ള തുണികളെയാണ് കംപ്രസസ് എന്ന് പറയുക. ഓൺ ദെയർ സിക്ക് ചൈൽഡ്, അവരുടെ ഒരു കുട്ടി, സിക്ക് ചൈൽഡ്, രോഗിയായിട്ടുണ്ട്. ആ കുട്ടിയുടെ ശരീരത്തിൽ നനഞ്ഞ തുണി വെച്ച് കൊടുക്കുകയായിരുന്ന ഭാര്യയുടെ അടുത്തേക്ക് നമ്മുടെ പെലയോ എന്ന് പറയുന്ന ഈ കഥാപാത്രം ഓടിച്ചെന്നു. ഹി ടുക്ക് ഹെർ ടു ദ റിയർ ഓഫ് ദി കോർട്ട്യാർഡ്. ഹി, അദ്ദേഹം, പെലയോ എന്ന് പറയുന്ന നമ്മുടെ കഥാപാത്രം, ടുക്ക് ഹെർ, അവളെ കൂട്ടിക്കൊണ്ടുപോയി. ടു ദി, എങ്ങോട്ടാ കൂട്ടിക്കൊണ്ടുപോയത്? റിയർ, പിറകുവശത്തേക്ക്, ഓഫ് ദി കോർട്ട്യാർഡ്, അയാളുടെ മുറ്റത്തിന്റെ പിറകുവശത്തേക്ക്. നമുക്കറിയാം, നേരത്തെ ആ മുറ്റത്തിന്റെ പിറകുവശത്ത് അദ്ദേഹം എന്തോ നിരങ്ങുന്നത് കണ്ടിരുന്നു. അതൊരു പ്രായമായ മനുഷ്യനായിരുന്നു. ആ മനുഷ്യന്റെ ശരീരത്തിൽ വലിയ ചിറകുകളുണ്ട് നമുക്കറിയാം. അപ്പോ ആ സ്ഥലത്തേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയും കൂട്ടി പോയി. ദേ ബോത്ത്സ്, അവർ രണ്ടുപേരും കൂടി ലുക്ക്ഡ്, നോക്കി, അറ്റ് ദ ഫോളൻ ബോഡി, ആ വീണ് കിടക്കുന്ന ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് അവർ രണ്ടുപേരും നോക്കി. ദ മാൻ വാസ്, ആ മനുഷ്യനായിരുന്നു. ഡ്രസ്ഡ് ലൈക്ക്, ഏതുപോലെയാണ് അദ്ദേഹം വസ്ത്രം ധരിച്ചിട്ടുള്ളത്? ലൈക്ക് എ റാക്ക് പിക്കർ, ഒരു റാക്ക് പിക്കറിനെ പോലെയായിരുന്നു അദ്ദേഹം വസ്ത്രം ധരിച്ചിട്ടുള്ളത്. റാക്ക് പിക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ വസ്ത്രങ്ങൾ എടുക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ റാക്ക് പിക്കർ എന്ന് പറയുക. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണോ വസ്ത്രം ധരിക്കുക, അതേപോലെയായിരുന്നു ഈ മനുഷ്യൻ വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്നത്. ദർ വേർ ഓൺലി എ ഫ്യൂ ഫെയ്ഡഡ് ഹെയർസ് ലെഫ്റ്റ് ഓൺ ഹിസ് ബാൾഡ് സ്കൾ. ദർ വേർ ഓൺലി, അവിടെ എത്ര മാത്രമാണ് ഉണ്ടായിരുന്നത്? എ ഫ്യൂ ഫെയ്ഡഡ് ഹെയർസ്, കുറച്ച് നരച്ച മുടികൾ മാത്രം. ലെഫ്റ്റ്, ബാക്കി ഉണ്ടായിരുന്നത്. ഓൺ ഹിസ് ബാൾഡ് സ്കൾ, അദ്ദേഹത്തിന്റെ ആ കഷണ്ടിയായിട്ടുള്ള തലയോട്ടിയിൽ ആകെ കുറച്ച് നരച്ച മുടികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് പിന്നെയോ, വെരി ഫ്യൂ ടീത്ത്സ് ഇൻ ഹിസ് മൗത്ത്സ്. വെരി ഫ്യൂ ടീത്ത്സ്, വളരെ കുറച്ച് പല്ലുകൾ മാത്രം. ഇൻ ഹിസ് മൗത്ത്സ്, അയാളുടെ വായയിൽ. ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ seemed that of a drenched great grandfather. ഹിസ്, അദ്ദേഹത്തിന്റെ, പിറ്റിഫുൾ കണ്ടീഷൻ, ദയനീയമായ ഈ അവസ്ഥ, സീമുഡ്, കാണപ്പെട്ടു, ദാറ്റ്, ഏതുപോലെയാണ് കാണപ്പെട്ടത്? ഓഫ് എ ഡ്രഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, നനഞ്ഞു കുതിർന്ന, ഒരു തകർന്ന, ഒരു പ്രായമായ ഒരു മുതുമുത്തശ്ശനെ പോലെയായിരുന്നു അയാളുടെ അവസ്ഥ കാണപ്പെട്ടത്. ദിസ് ടുക്ക് അവേ, ഇത് മാറ്റി നിർത്തി. എനി സെൻസ്, വിചാരങ്ങളെ, ചിന്തകളെ. ഓഫ്, എന്തിന്റെ ചിന്തകളെയാണ് ഇത് മാറ്റി നിർത്തിയത്? ഓഫ് ഗ്രാൻഡ്യൂർ, പ്രതാപത്തിന്റെ. ഹി മൈറ്റ് ഹാവ് ഹാഡ്, അയാൾക്ക് ഒരിക്കലുണ്ടായിരുന്ന ഒരു പ്രതാപത്തിന്റെ ചിന്തകളെ മാറ്റി നിർത്തി. അപ്പൊ അയാളുടെ ഈ കണ്ടീഷൻ കണ്ട, അയാളുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അയാൾ ഒരു നല്ല കാലം ഉണ്ടായിരുന്നു നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. അത്രയും മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു ആ മനുഷ്യൻ ഉണ്ടായിരുന്നത്. ഹിസ്, അദ്ദേഹത്തിന്റെ ഹ്യൂജ് ബസേർഡ് വിങ്സ്,
ബസേർഡ് വിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പരുന്തിനെ പോലെയുള്ള ചിറകുകൾ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഹ്യൂജ് വലിയ ബസേർഡ് വിങ്സ് പരുന്തിനെ പോലെയുള്ള ചിറകുകൾ ഉണ്ടല്ലോ. ഡേർട്ടി അതിലാകെ ചെളിയായിട്ടുണ്ട്. ആൻഡ് ഹാഫ് പ്ലക്ഡ് അതിൽ പകുതിയോളം തൂവലുകളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. വേർ എൻറ്റേങ്കിൾ അത് കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഇൻ ദി മഡ് ആ ചെളിയിൽ. ദേ അവർ രണ്ടുപേരും ലുക്ക്ഡ് നോക്കി അറ്റ് ഹിം അദ്ദേഹത്തെ നോക്കി. സോ ലോങ് കുറേ നേരം. ആൻഡ് സോ ക്ലോസ്ലി വളരെ അടുത്ത് നിന്ന് സൂക്ഷ്മതയോടുകൂടി നോക്കി. ദാറ്റ് പെലയോ ആൻഡ് എലിസെന്റ വെരി സൂൺ ഓവർകെയിം ദെയർ സർപ്രൈസ്. അങ്ങനെ നോക്കി നോക്കി കുറെ നേരം നോക്കി അടുത്തുനിന്ന് നോക്കിയതിനു ശേഷം പെലയോ ആൻഡ് എലിസെന്റ, പെലയോ എന്ന് പറയുന്ന കഥാപാത്രവും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള എലിസെന്റയും വെരി സൂൺ വളരെ പെട്ടെന്ന് ഓവർകെയിം അവർ മറികടന്നു ദെയർ സർപ്രൈസ് അവരുടെ നെട്ടല്. അപ്പൊ ഒരു ചിറകുള്ള ഒരു മനുഷ്യനെ കണ്ട നെട്ടലുണ്ടല്ലോ, അത് കുറെ നേരം നോക്കി നിന്നപ്പോ സൂക്ഷ്മതയോട് നോക്കി നിന്നപ്പോ ആ നെട്ടലൊക്കെ അവർക്ക് മാറി. ഇൻ ദി എൻഡ് അങ്ങനെ അവസാനത്തില് ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ, അവര് അദ്ദേഹത്തോട് ഫെമിലിയർ ആയി പരിചയമുള്ള പോലെയായി, അവര് ആ നെട്ടിലൊക്കെ മാറിയിട്ട് നോർമൽ ആയിട്ട് മാറി. ദെൻ പിന്നീട് ദേ അവർ ഡയർഡ് ടു സ്പീക്ക്, സംസാരിക്കാൻ ധൈര്യം കാണിച്ചു. ഡയർഡ് എന്ന് പറഞ്ഞാല് ധൈര്യം കാണിച്ചു, സ്പീക്ക് സംസാരിക്കാൻ, ടു ഹിം അദ്ദേഹത്തോട്. ഹി ആൻസേർഡ് അദ്ദേഹം മറുപടി പറഞ്ഞു. എങ്ങനെയാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്? അൻ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്ട്. ഇൻകോംപ്രിഹെൻസിബിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഡയലക്ട്, ഒരു നാട്ടുഭാഷ. അപ്പൊ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഏതോ ഒരു ഭാഷയിലാണ് അയാൾ മറുപടി പറഞ്ഞത്. വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്. എങ്ങനെയുള്ള ശബ്ദത്തിലാണ് അയാൾ മറുപടി പറഞ്ഞതെന്ന് അറിയോ? സ്ട്രോങ് നല്ല ഗാംഭീര്യമുള്ള, സെയിലേഴ്സ് വോയിസ് ഒരു നാവികന്റെ ശബ്ദം. കപ്പലിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ സെയിലേഴ്സ് എന്ന് പറയാം, നാവികർ എന്ന് പറയാം. അപ്പൊ ഒരു ഗാംഭീര്യമുള്ള നാവികന്റെ ശബ്ദത്തിലായിരുന്നു അയാൾ മറുപടി പറഞ്ഞത്. അതും ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷയിലായിരുന്നു. They concluded that he was a lonely castaway from some foreign ship wrecked by the storm. They concluded. അവർ രണ്ടുപേരും ഒരു നിഗമനത്തിലെത്തി, ഒരു കൺക്ലൂഷനിലെത്തി. ദാറ്റ് എന്താണ് അവരുടെ കൺക്ലൂഷൻ? അവർ ഇത്രയും നേരം അയാളെ നോക്കി നിന്നിട്ട് അയാൾ എന്താണെന്ന് അവർ കണ്ടെത്തുകയാണ്, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുകയാണ്. ദാറ്റ് അദ്ദേഹം ആരാണെന്ന് അറിയോ? ഹി വാസ് അദ്ദേഹമായിരുന്നു എ ലോൺലി ഒരു ഒറ്റപ്പെട്ട, കാസ്റ്റവേ ഒരു കാസ്റ്റവേ ആയിരുന്നു. കപ്പല് ബോട്ട് പോലെയുള്ള വാഹനങ്ങളിൽ നിന്നും അപകടത്തിൽപ്പെട്ട് രക്ഷപ്പെട്ടു വരുന്ന ആൾക്കാരെയാണ് നമ്മൾ കാസ്റ്റവേ എന്ന് പറയുക. അങ്ങനെ രക്ഷപ്പെട്ട ഒരാളായിരിക്കും എന്നുള്ള ഒരു നിഗമനത്തിൽ അവരെത്തി. ഫ്രം എവിടെ നിന്ന് രക്ഷപ്പെട്ട ആളാണ്? സം ഫോറിൻ ഷിപ്പ്, ഏതോ ഒരു വിദേശ കപ്പലിൽ നിന്നും അപകടത്തിൽപ്പെട്ടപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ഒരാളാണെന്നുള്ള ഒരു കൺക്ലൂഷനിൽ അവരെത്തി. റെക്കഡ് ബൈ ദി സ്റ്റോം. എങ്ങനെയാണ് ആ കപ്പലിന് അപകടം പറ്റിയത്? റെക്കഡ് ആ കപ്പൽ തകർന്നു, ബൈ ദി സ്റ്റോം കൊടുങ്കാറ്റിൽ. അപ്പൊ കൊടുങ്കാറ്റിൽ തകർന്ന ഏതോ ഒരു വിദേശ കപ്പലിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ഒരാളാണ് ഇയാൾ എന്നുള്ള ഒരു ചിന്തയിൽ അവർ രണ്ടുപേരും എത്തി. ദെൻ പിന്നീട് ദേ കോൾഡ് അവർ വിളിച്ചു ഇൻ എ നെയ്ബർ വുമൺ ടു സീ ഹിം. അവര് തൊട്ടടുത്തുള്ള അവരുടെ നെയ്ബറിനെ, ഒരു സ്ത്രീയെ, ഒരു അയൽവാസിയായ സ്ത്രീയെ, ടു സീ ഹിം ഇയാളെ കാണാൻ വേണ്ടി വിളിച്ചു. ഓൾ ഷീ നീഡഡ് ആ സ്ത്രീക്ക് ആകെ ആവശ്യം വന്നത് വാസ് വൺ ലുക്ക് ഒരൊറ്റ നോട്ടമാണ്. ടു ഷോ ദം ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ ദെയർ മിസ്റ്റേക്ക് അവരുടെ ഒരു തെറ്റ്, അവർക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് കാണിച്ചു കൊടുക്കാൻ ആ സ്ത്രീക്ക് ഒറ്റ നോട്ടേ നോക്കേണ്ടി വന്നുള്ളൂ. ആ സ്ത്രീ പറയാണ് ഹി ഈസ് ആൻ ഏഞ്ചൽ, ഇദ്ദേഹം ഒരു ഏഞ്ചലാണ്, ഒരു മാലാഖയാണ്. ഷീ ടോൾഡ് ദം ആ സ്ത്രീ അവരോട് പറഞ്ഞു. എന്നിട്ട് ആ സ്ത്രീ വീണ്ടും പറയാണ് ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദി ചൈൽഡ്. ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ്, ഈ ഒരു ഏഞ്ചലായിട്ടുള്ള ഈ മനുഷ്യൻ വന്നിട്ടുണ്ടാവുക ഫോർ ദ ചൈൽഡ്, നിങ്ങളുടെ കുട്ടിയുടെ അടുത്തേക്കായിരിക്കും, നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ബട്ട് പക്ഷേ ദ പുവർ ഫെലോ ഈ പാവം ചങ്ങാതി ഈ സോ ഓൾഡ് വളരെ പ്രായമായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ദ റെയിൻ നോക്കഡ് ഹിം ഡൗൺ മഴ അദ്ദേഹത്തെ താഴെ വീഴ്ത്തിയതാണ് എന്ന് ആ അയൽവാസിയായിട്ടുള്ള സ്ത്രീ ഇവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ എത്രയേ ഉള്ളൂ, അവരുടെ കുട്ടി രോഗിയായിട്ട് കിടക്കുകയാണ്. ആ കുട്ടിയുടെ അടുത്തേക്ക് വന്ന മാലാഖയാണ് ഇയാള്. പക്ഷെ ഇയാള് പ്രായമായതുകൊണ്ട് മഴ കാരണം ഇവിടെ താഴെ വീണു പോയതാണ് എന്ന് അയൽവാസിയായിട്ടുള്ള ആ സ്ത്രീ ഇവർക്ക് പറഞ്ഞു കൊടുത്തു. അയൽവാസിയായ സ്ത്രീ പറയുന്നുണ്ട് നിങ്ങളുടെ കുട്ടിയുടെ അടുത്തേക്ക് വന്ന മാലാഖ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കുട്ടിക്ക് രോഗിയാണ് നമുക്കറിയാം. ഈ കുട്ടിയുടെ അടുത്തേക്ക് രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒരു മാലാഖ വരാം. ഒന്ന് ആ കുട്ടിയുടെ ജീവൻ എടുക്കാൻ വേണ്ടി വരുന്ന മാലാഖയാവാം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ രോഗം മാറ്റാൻ വേണ്ടി വരുന്ന ഒരു മാലാഖയാവാം. എന്താണെന്ന് നമുക്കറിയില്ല, നമുക്ക് നോക്കാം. ഓൺ ദി ഫോളോയിങ് ഡേ അടുത്ത ദിവസം, അതിനെ തുടർന്നുള്ള പിറ്റേ ദിവസം, എവ്രി വൺ ന്യൂ എല്ലാവരും അറിഞ്ഞു. ദാറ്റ് എന്താണ് എല്ലാവരും അറിഞ്ഞത്? എ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ. ഫ്ലഷ് എന്ന് പറഞ്ഞാൽ മാംസം, ബ്ലഡ് എന്ന് പറഞ്ഞാൽ രക്തം, അതൊരു പ്രയോഗമാണ്. ഫ്ലഷ് ആൻഡ് ബ്ലഡ് മാംസവും രക്തവുമുള്ള എന്ന് പറഞ്ഞാൽ ജീവനുള്ള. ഏഞ്ചൽ ഒരു മാലാഖ. വാസ് ഹെൽഡ് ക്യാപ്റ്റീവ് അതിനെ പിടിച്ചു വെച്ചിട്ടുണ്ട്, തടവിലാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് എല്ലാവരും അറിഞ്ഞു. എവിടെയാണ്? ഇൻ പെലയോസ് ഹൗസ്
പെലയോ എന്ന് പറയുന്ന നമ്മുടെ കഥാപാത്രത്തിന്റെ വീട്ടില് ഒരു മാലാഖയെ, ഒരു ജീവനുള്ള മാലാഖയെ പിടിച്ചിട്ടുണ്ട് എന്ന് ആ നാട്ടിലുള്ള എല്ലാവരും അറിഞ്ഞു. പെലയോ വാച്ച്ഡ് ഓവർ ഹിം ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദി കിച്ചൺ. പെലയോ എന്ന് പറയുന്ന ആള്, നമ്മുടെ കഥാപാത്രം, വാച്ച്ഡ് ഓവർ ഹിം, അദ്ദേഹത്തെ നിരീക്ഷിച്ചു. ഓൾ ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം മുഴുവൻ അയാൾ നിരീക്ഷിച്ചു. ഫ്രം ദി കിച്ചൺ, അയാളുടെ അടുക്കളയിൽ നിന്നും. എങ്ങനെയാണ് അയാൾ ആ പ്രായമായ മനുഷ്യനെ നിരീക്ഷിക്കുന്നത്? ആംഡ് വിത്ത് ഹിസ് ബെയിലിഫ്സ് ക്ലബ്. ആംഡ് എന്ന് പറഞ്ഞാൽ ആയുധമേതിക്കൊണ്ട്. എന്ത് ആയുധമാണ് അയാൾ കയ്യിലെടുത്തത്? ഹിസ് ബെയിലിഫ്സ് ക്ലബ്ബ്. ബെയിലിഫ് എന്ന് പറഞ്ഞാൽ കോടതി ഉത്തരവൊക്കെ നടപ്പിലാക്കേണ്ട ഒരു ഓഫീസറെ പറയുന്ന പേരാണ് നമ്മൾ ബെയിലിഫ് എന്ന് പറയാം. ആ ബെയിലിഫിന്റെ ക്ലബ്ബ്, വടി, അതായത് നമ്മളെ പോലീസുകാരെടുത്തുണ്ടാകുന്ന ലാത്തി പോലെയുള്ള വടിയാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ജോലി ബെയിലിഫ് ആണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ വടി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ആ വടിയും പിടിച്ചുകൊണ്ട് കിച്ചണിൽ നിന്നും ഈ മനുഷ്യനെ, ഈ വീണ് കിടക്കുന്ന പ്രായമായ ഏഞ്ചലിനെ നോക്കി അദ്ദേഹം കാവലിരുന്നു, നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ബിഫോർ ഗോയിങ് ടു ബെഡ്, അദ്ദേഹം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്, ഹി ഡ്രാഗഡ്, അദ്ദേഹം വലിച്ചു കൊണ്ടുപോയി, ഹിം, അദ്ദേഹത്തെ എന്ന് പറഞ്ഞാൽ ആ ഏഞ്ചലിനെ, ഔട്ട് ഓഫ് ദി മഡ്, ആ ചളിയിൽ നിന്നും, ആൻഡ് ലോക്ക്ഡ് ഹിം അപ്പ്, അദ്ദേഹത്തെ പൂട്ടിയിട്ടു, വിത്ത് ഹെൻസ്, കോഴികളോടൊപ്പം, ഇൻ ദ ചിക്കൻ കൂപ്പ്, അദ്ദേഹത്തിന്റെ കോഴിക്കൂട്ടില്. അപ്പൊ എന്താണ് നമ്മുടെ പെലയോ ചെയ്യുന്നത്? അദ്ദേഹത്തിന് പേടിയാണ് ഉള്ളില്. കാരണം അദ്ദേഹത്തിന്റെ കുട്ടിയുടെ അടുത്തേക്ക് വന്ന മാലാഖയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ കുട്ടിയുടെ ജീവൻ എടുക്കാൻ വന്ന മാലാഖ ആയിരിക്കും എന്ന് പേടിച്ചിട്ട് അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം മുഴുവൻ എന്ത് ചെയ്യാണ്? ഈ ഒരു മനുഷ്യനെ, ഈ ഒരു ഏഞ്ചലിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ബെയിലിഫിന്റെ ക്ലബ്ബ്, ഒരു വടി, ലാത്തി പോലെയുള്ള വടിയും അദ്ദേഹം പിടിച്ചിട്ടുണ്ട്. രാത്രി ഉറങ്ങാൻ പോകാൻ അയാൾക്ക് ധൈര്യമില്ല. അപ്പൊ ഉറങ്ങാൻ പോകുമ്പോൾ വീണ്ടും കുട്ടിയുടെ അടുത്തേക്ക് വരുമോ എന്ന് പേടിച്ചിട്ട് ഈ ഏഞ്ചൽ ആയിട്ടുള്ള മനുഷ്യൻ എന്ത് ചെയ്യാണ്? വലിച്ചു കൊണ്ടുപോയിട്ട് കോഴിക്കൂട്ടിൽ കോഴികളുടെ കൂടെ അടച്ചു വെക്കുകയാണ്. എ ഷോർട്ട് ടൈം ആഫ്റ്റർവേർഡ് ദ ചൈൽഡ് വോക്ക് അപ്പ് വിത്തൗട്ട് എ ഫീവർ ആൻഡ് വിത്ത് ഡിസൈർ ടു ഈറ്റ്. എ ഷോർട്ട് ടൈം, അല്പസമയം, ആഫ്റ്റർവേർഡ്, ശേഷം, അല്പസമയത്തിന് ശേഷം. അതായത് ഈ ഒരു ഏഞ്ചലിനെ ആ കോഴിക്കൂട്ടിൽ അടച്ച് അല്പസമയത്തിന് ശേഷം, ദ ചൈൽഡ്, അവരുടെ കുട്ടിയുണ്ടല്ലോ, വോക്കപ്പ്, എണീറ്റു, വിത്തൗട്ട് എ ഫീവർ, ഒരു പനിയുമില്ലാതെ. ഇത്രയും നേരം രോഗിയായിട്ട് കിടന്നിരുന്ന ആ കുട്ടി ഒരു പനിയുമില്ലാതെ, രോഗമില്ലാതെ എണീറ്റു. ആൻഡ്, അത് മാത്രമല്ല, പിന്നെയോ, വിത്ത് എ ഡിസയർ, ആ കുട്ടിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ടു ഈറ്റ്, ഭക്ഷണം കഴിക്കാൻ. നമുക്കറിയാം, രോഗിയാകുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹമൊന്നും ഉണ്ടാവില്ല, ഒരു മടിയൊക്കെ ഉണ്ടാവും അല്ലെ. പക്ഷെ ഈ കുട്ടിക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ആ കുട്ടിയുടെ അസുഖം മാറി എന്നർത്ഥം. പനിയൊന്നും ഇല്ലാതെ ഭക്ഷണം കഴിക്കുന്ന ഒരു മൂഡിലേക്ക്, ഒരു അവസ്ഥയിലേക്ക് ആ കുട്ടി എത്തി. ദെൻ, അപ്പോൾ, ദേ ഫെൽറ്റ്, അവർക്ക് തോന്നി, മാഗ്നാനിയസ്, ഒരു സുമനസ് തോന്നി. കാരണം തന്റെ കുട്ടിയുടെ ജീവൻ എടുക്കാൻ വന്ന മാലാഖയല്ല, കുട്ടിയുടെ രോഗം മാറ്റാൻ വേണ്ടി വന്ന മാലാഖയാണെന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായി. അവരെ ഡിസൈഡഡ്, തീരുമാനിച്ചു, ടു പുട്ട് ദ ഏഞ്ചൽ ഓൺ എ റാഫ്റ്റ്, ഈ ഏഞ്ചലിനെ, ഈ ഒരു മാലാഖയെ ഒരു ചങ്ങാടത്തിൽ കയറ്റാൻ അവർ തീരുമാനിച്ചു. വിത്ത് എ ഫ്രഷ് വാട്ടർ ആൻഡ് പ്രൊവിഷൻസ് ഫോർ 3 days. എങ്ങനെയാണ് ചങ്ങാടത്തിൽ കയറ്റി വിടേണ്ടത്? ഫ്രഷ് വാട്ടർ, നല്ല കുടിക്കാനുള്ള ഫ്രഷ് വാട്ടറും, പ്രൊവിഷൻസ് ഫോർ 3 days, 3 ദിവസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങളും വെച്ചിട്ട് ഒരു ചങ്ങാടത്തിൽ കയറ്റി വിടാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. കാരണം ഇയാൾ വന്നിട്ടാണ് ഈ കുട്ടിയുടെ അസുഖം മാറിയത്. അതുകൊണ്ടൊരു സുമനസ് അവർക്ക് തോന്നി. ആൻഡ് ലീവ് ഹിം, അയാളെ വിട്ടുകൊടുക്കുക. അയാൾ പ്രായമായ മനുഷ്യനാണ് അല്ലെ. അപ്പൊ ഒരു ചങ്ങാടത്തിൽ പറഞ്ഞയക്കുമ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് 3 ദിവസത്തേക്കുള്ള വെള്ളവും അതുപോലെ ഭക്ഷണം വെക്കുന്നുള്ളൂ. ആൻഡ് ലീവ് ഹിം, അയാളെ വിട്ടുകൊടുക്കുക, ടു ഹിസ് ഫെയ്റ്റ്, അയാളുടെ വിധിക്ക്, ഓൺ ദി ഹൈ സീസ്, ഈ വെള്ളത്തിൽ. അപ്പൊ അയാൾ അവിടെയുള്ള പുഴയിലോ അല്ലെങ്കിൽ കടലിലോ അയാളെ ഒഴുക്കി വിടാൻ, ഒരു ചങ്ങാടത്തിലാക്കിയിട്ട് ഒഴുക്കി വിടാൻ അവർ തീരുമാനിച്ചു. ആ ചങ്ങാടത്തിൽ അയാൾക്ക് 3 ദിവസം നിലനിൽക്കാൻ വേണ്ട ഭക്ഷണവും വെള്ളമൊക്കെ വരെ വെക്കാൻ തീരുമാനിച്ചു. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പൊ അയാളുടെ വിധി പോലെ സംഭവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞയക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഭാര്യയും ഭർത്താവും എത്തി. ബട്ട്, പക്ഷേ, വെൻ ദേ വെന്റ് ഔട്ട്, അപ്പോൾ, അവർ വെന്റ് ഔട്ട്, പുറത്തെത്തിയപ്പോൾ, ഇൻ ടു ദ കോർട്ട്യാർഡ്, അവരുടെ മുറ്റത്തേക്ക്, അറ്റ് ദ ഫസ്റ്റ് ലൈറ്റ് ഓഫ് ഡൗൺ, അറ്റ് ദ ഫസ്റ്റ് ലൈറ്റ്, ആദ്യ പ്രകാശം വന്നപ്പോൾ തന്നെ, ഓഫ് ഡൗൺ, പ്രഭാതത്തിലെ. അപ്പൊ നേരം വെളുത്ത് ആദ്യമായിട്ട് സൂര്യന്റെ പ്രകാശം, വെളിച്ചം വരുന്ന സമയത്ത് തന്നെ അവര് പുറത്തു പോയി അവരുടെ മുറ്റത്ത് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ? ദേ ഫൗണ്ട്, അവര് കണ്ടെത്തി, ദ ഹോൾ നെയ്ബർഹുഡ്, അവരുടെ മുഴുവൻ അയൽവാസികളും, ഇൻ ഫ്രണ്ട് ഓഫ് ദ ചിക്കൻ കൂപ്പ്, അവരുടെ കോഴിക്കൂടിന്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഹാവിങ് ഫൺ, അവർ തമാശ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്, വിത്ത് ഏഞ്ചൽ, ഈ ഒരു മാലാഖയുമായിട്ട്. അപ്പൊ ഈ മാലാഖയുടെ മുമ്പിൽ, മാലാഖയെ അടച്ചു വെച്ച കോഴിക്കോടിന്റെ മുമ്പിൽ അവരുടെ അയൽവാസികൾ മുഴുവൻ ഒത്തുകൂടിയിട്ടുണ്ട് രാവിലെ വന്നപ്പോ. ഇവരെന്തിനാ വരുന്നത്? ഇവർ ഈ മാലാഖയെ ഒരു ചങ്ങാടത്തിൽ കയറ്റി പറഞ്ഞേക്കാൻ വേണ്ടി വരികയാണ്. പക്ഷെ അപ്പോഴേക്കും അവരുടെ അയൽവാസികൾ എല്ലാവരും കൂടി ഈ കോഴിക്കോടിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിരുന്നു. അവരൊക്കെ എന്ത് ചെയ്യാണ്? ഈ മാലാഖയെ വെച്ച് തമാശ കാണിക്കുകയായിരുന്നു. ദ വിസിറ്റേഴ്സ്,
അവിടെ വന്ന സന്ദർശകർ, ഈ അയൽവാസിയായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, വേർ ടോസിങ് ഹിം, അവർ എറിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു തിങ്സ്, ചില സാധനങ്ങളൊക്കെ, ടു ഈറ്റ്, കഴിക്കാൻ വേണ്ടിയിട്ട്. ആ മാലാഖയുടെ നേരെ കഴിക്കാൻ വേണ്ടി ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തിന്? ത്രൂ, ഏതിലൂടെയാണ് അവർ എറിഞ്ഞു കൊടുക്കുന്നത്? ദ ഓപ്പണിംഗ് ഇൻ ദ കൂപ്പ്, ആ ചിക്കൻ കൂപ്പിന്റെ, ആ ഒരു കോഴിക്കോടിന്റെ വിടവുകൾ ഉണ്ടാവുമല്ലോ, ഓപ്പണിങ്സ് ഉണ്ടാവുമല്ലോ, ചില ഭാഗത്ത് ഇങ്ങനെ വിടഞ്ഞ് ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ, ആ ഗ്യാപ്പിലൂടെ ഓരോ സാധനങ്ങൾ ഉള്ളിലേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇറ്റ് വാസ്, അതായിരുന്നു, ആസ് ഇഫ്, ഏതുപോലെയാണെന്നറിയോ, ഹി വേറിൻറ്റ് എ സൂപ്പർ നാച്ചുറൽ ക്രിയേച്ചർ, അദ്ദേഹം ഒരു സൂപ്പർ നാച്ചുറൽ ക്രിയേച്ചർ അല്ലാത്ത പോലെ, ഒരു അമാനുഷികമായിട്ടുള്ള ഒരു ജീവി അല്ലാത്ത പോലെയായിരുന്നു ജനങ്ങളുടെ പെരുമാറ്റം. ബട്ട് പിന്നെയോ, എ സർക്കസ് അനിമൽ, ഒരു സർക്കസിൽ ഉണ്ടാകുന്ന ഒരു മൃഗത്തെ കാണുന്ന പോലെയാണ് ജനങ്ങൾ അദ്ദേഹത്തോട് പെരുമാറിയത്. ശരിക്കും അദ്ദേഹം ഒരു ഏഞ്ചലാണ്, ഒരു സൂപ്പർ നാച്ചുറൽ ക്രിയേച്ചർ ആണ് അല്ലെ, അമാനുഷികമായിട്ടുള്ള ഒരു ജീവിയാണ് അദ്ദേഹം. മനുഷ്യരിൽ നിന്ന് വ്യത്യാസമായിട്ട് മനുഷ്യനേക്കാൾ കൂടുതൽ കഴിവുകളുള്ള, അമാനുഷികമായിട്ട് കഴിവുകളുള്ള ഒരു മനുഷ്യനാണ്, ഏഞ്ചലാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരാളെ കൈകാര്യം ചെയ്യുന്ന പോലെ, കാണുന്ന പോലെയല്ല ജനങ്ങൾ അദ്ദേഹത്തെ നോക്കി കണ്ടത്. പക്ഷെ ഒരു സർക്കസ് അനിമൽ, ഒരു സർക്കസിൽ ഉണ്ടാകുന്ന മൃഗം എങ്ങനെയാണോ ആ മൃഗത്തെ കാണുന്ന പോലെയായിരുന്നു ഈ ഏഞ്ചലിനെ അവിടെ വന്ന അയൽവാസികൾ നോക്കിക്കണ്ടത്. The news of the captive angel spread with great rapidity. The news, വാർത്ത. എന്തിന്റെ വാർത്തയാണ്? ഓഫ് ദ ക്യാപ്റ്റീവ് ഏഞ്ചൽ, തടവിലാക്കപ്പെട്ട ആ മാലാഖയുടെ വാർത്ത. കൂട്ടിലകപ്പെട്ട അല്ലെങ്കിൽ അവിടെ പിടിച്ചു വെച്ച മാലാഖയുടെ വാർത്ത സ്പ്രെഡ്, പരന്നു, വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി, വളരെ വേഗത്തിൽ, വളരെ പെട്ടെന്ന് തന്നെ പെലയോയുടെ വീട്ടിൽ ഒരു മാലാഖയെ പിടിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കൂട്ടിലടച്ചിട്ടുണ്ട് എന്നുള്ള ന്യൂസ് പരന്നു. ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ്, കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് ശേഷം, ദ കോർട്ട് യാർഡ്, അവരുടെ മുറ്റമുണ്ടല്ലോ, ഹാഡ് എ ദ ബസിൽ, വളരെ തിരക്കുണ്ടായിരുന്നു, ഓഫ് എ മാർക്കറ്റ് പ്ലേസ്, ഒരു മാർക്കറ്റ് പ്ലേസ്, ഒരു ചന്ത എങ്ങനെയാവുമോ തിരക്കുണ്ടാവുക, അതേ തിരക്ക് അവരുടെ വീട്ടുമുറ്റത്തുണ്ടായിരുന്നു. ദ കപ്പിൾ, ആ ദമ്പതിമാർക്ക്, നമ്മുടെ പെലയോക്കും എലിസന്റെക്കും, ഹാഡ് ടു കോൾ ഇൻ, അവർക്ക് വിളിക്കേണ്ടി വന്നു, ട്രൂപ്സ്, സൈന്യത്തെ അല്ലെങ്കിൽ പട്ടാളക്കാരെയോ അല്ലെങ്കിൽ നമ്മൾ പോലീസുകാരെയൊക്കെ പറയുന്ന പേരാണ് ട്രൂപ്സ്, അവർക്ക് വിളിക്കേണ്ടി വന്നു. എന്തിനാണ് അവർ വിളിക്കേണ്ടി വന്നത്? ടു ഡിസ്പേഴ്സ്, പിരിച്ചുവിടാൻ വേണ്ടിയിട്ട്, ദ മോബ്, ആ ആൾക്കൂട്ടത്തെ. അപ്പോ അവരുടെ മുറ്റത്ത് ഒരു മാർക്കറ്റ് പോലെ വളരെ തിരക്കുള്ള ഒരു അവസ്ഥയായിരുന്നു. ആ ജനങ്ങളെ മുഴുവൻ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അവർക്ക് പോലീസിനെ വരെ വിളിക്കേണ്ടി വന്നു. ദേ ഗോട്ട്, അവർക്ക് കിട്ടി, ദ ഐഡിയ, ഒരു ഐഡിയ കിട്ടി. എന്ത് ഐഡിയ ആണ് അവർക്ക് കിട്ടിയത്? ഓഫ് ഫെൻസിങ്, വേലി കെട്ടാനുള്ള ഒരു ഐഡിയ, ഇൻ ദി യാർഡ്, അവരുടെ മുറ്റത്ത്. ആൻഡ് ചാർജിങ്, ഈടാക്കാനും, 5 cents, 5 cents ഈടാക്കാനും, സെൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ പണം, ഓക്കെ, 5 സെന്റ് പണം ഈടാക്കാനുമുള്ള ഒരു ഐഡിയ അവർക്ക് കിട്ടി. എന്തിനാണ് 5 സെന്റ് ഈടാക്കേണ്ടത്? ഫോർ അഡ്മിഷൻ, അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്, അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ടു സീ ദ ഏഞ്ചൽ, ആ മാലാഖയെ കാണാൻ. അപ്പൊ ആ മാലാഖയെ കാണാൻ വേണ്ടി അകത്തോട്ട് കയറാൻ 5 സെന്റ് ഈടാക്കാൻ അവർ തീരുമാനിച്ചു. ദ ക്യൂരിയസ്, ആകാംക്ഷയുള്ള ജനങ്ങള്, കെയിം, കടന്നു വന്നു, ഫ്രം ഫാർ അവേ, വളരെ ദൂരത്ത് നിന്ന് പോലും ആൾക്കാര് മാലാഖയെ കാണാൻ വേണ്ടിയിട്ട് കടന്നു വന്നു. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് ഓൺ എർത്ത് കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ്, അൺഫോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാൽ നിർഭാഗ്യവശാൽ, ഇൻവാലിഡ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം രോഗികളാണ്. അപ്പൊ നിർഭാഗ്യമുള്ള രോഗികൾ എന്ന് പറഞ്ഞാൽ രോഗം മാറാ രോഗികളായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ മാറാ രോഗികളായിട്ടുള്ള ആൾക്കാര് ഓൺ എർത്ത്, നമ്മുടെ ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള ആ നാട്ടിലുള്ള സകല മാറാ രോഗികളായിട്ടുള്ള ആൾക്കാരും കെയിം ഇൻ സെർച്ച്, അവർ തെരഞ്ഞു വന്നു, ഓഫ് ഹെൽത്ത്, ആരോഗ്യം. അപ്പൊ അവരുടെയൊക്കെ അസുഖം മാറാൻ വേണ്ടിയിട്ട്, നമ്മുടെ പെലയോട് കുട്ടിയുടെ അസുഖം മാറിയല്ലോ ഈ ഏഞ്ചിൽ കാരണം, അതുകൊണ്ട് തന്നെ മാറാ രോഗമുള്ള പല ആൾക്കാരും അസുഖം മാറാൻ വേണ്ടിയിട്ട് ഹെൽത്ത് തെരഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ ആരോഗ്യം തെരഞ്ഞു വരിക, അസുഖം മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ പെലയോയുടെ വീട് തേടി വന്നു. അവരാണെങ്കിലും അവരുടെ മുറ്റം മുഴുവൻ വേലി കെട്ടിയിട്ട് അകത്തോട്ട് കയറാൻ, ഈ ഏഞ്ചലിനെ കാണാൻ വേണ്ടി 5 സെന്റ് ഈടാക്കാനും തീരുമാനിച്ചു. പെലയോ ആൻഡ് എലിസെൻഡ were happy with fatigue. പെലയോയും എലിസെൻഡയും were happy, അവര് സന്തോഷത്തിലായിരുന്നു, വിത്ത് ഫാറ്റിക്, തളർച്ച ഉണ്ടെങ്കിൽ പോലും. ഫാറ്റിക് എന്ന് പറഞ്ഞാൽ തളർച്ച. അവർക്ക് തളർന്നെങ്കിലും ഒരുപാട് ആൾക്കാരെ മാനേജ് ചെയ്യണല്ലേ, ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ വീട്ടിലേക്ക് സന്ദർശിക്കാൻ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാരെ മാനേജ് ചെയ്ത് അവർ തളർന്നെങ്കിലും അവർ ഹാപ്പി ആയിരുന്നു, സന്തോഷത്തിലായിരുന്നു. ഇൻ ലെസ് ദാൻ എ വീക്ക്, ഒരാഴ്ചക്കുള്ളിൽ തന്നെ, ഇൻ ലെസ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ തന്നെ, കുറവായിട്ട് തന്നെ, ദാൻ എ വീക്ക്, ഒരാഴ്ചക്കുള്ളിൽ തന്നെ, ദേ ഹാഡ് ക്രാമഡ്, അവർ കുത്തി നിറച്ചു, ക്രാമഡ് എന്ന് പറഞ്ഞാൽ നിറച്ചു, ദ റൂംസ്, അവരുടെ റൂമുകളൊക്കെയും, വിത്ത് മണി, പണം കൊണ്ട്. അപ്പൊ ഒരുപാട് ആൾക്കാർ മാലാഖയെ കാണാൻ വന്ന് അവരുടെ കയ്യിൽ നിന്നൊക്കെ 5 സെന്റ് വീതം വാങ്ങിയിട്ട് അവർ ഭയങ്കര പണക്കാരായി, അവരുടെ റൂമൊക്കെ പണം കൊണ്ട് കുത്തി നിറച്ചു. സ്റ്റിൽ, എന്നിട്ടും, ദ ലൈൻ ഓഫ് പിൽഗ്രിംസ്, ആ ഭക്തരുടെ വരി,
എന്തിനുള്ള ഭക്തരാണ്? വെയിറ്റിംഗ്, അവർ കാത്തിരിക്കുന്നു, their turn, അവരുടെ അവസരം, ടു എൻറ്റർ, ഉള്ളിലേക്ക് കയറാൻ. അപ്പോ ഈ മാലാഖയെ കാണാൻ വേണ്ടി, അതിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി കാത്തിരിക്കുന്ന ഭക്തര്, കാണാൻ വന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് പിലിഗ്രിംസ് എന്ന് പറയുന്നത്. അവരുടെ വരി റീച്ചഡ്, എത്തിയിരുന്നു, ബിയോണ്ട് ദ ഹൊറിസോൺ, ചക്രവാളത്തിനും അപ്പുറം. ബിയോണ്ട് എന്ന് പറഞ്ഞാൽ പിന്നിലായിട്ട്, ഹൊറിസോൺ എന്ന് പറഞ്ഞാൽ ചക്രവാളം. അപ്പൊ ചക്രവാളത്തിന്റെ അപ്പുറം എത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ ഇവർക്ക് നോക്കിയാൽ കാണാത്ത അത്രയും ദൂരം ഈ ഒരു മാലാഖയെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുടെ വരി നീണ്ടുപോയിരുന്നു എന്നാണ് പറയുന്നത്. The angel was the only one who took no part in his own act. The angel was, ആ മാലാഖയായിരുന്നു, the only one, ഒരേ ഒരാള്, ഹു, എങ്ങനെയുള്ള ആളാണ്? took no part, ഒരു പങ്കുമില്ലാത്ത ഒരേ ഒരാൾ, in his own act, അയാൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ ഉണ്ടല്ലോ, അതിൽ ഒരു പങ്കുമില്ലാത്ത ഒരേ ഒരാൾ അദ്ദേഹമായിരുന്നു. അപ്പൊ അദ്ദേഹം കാരണമാണ് ഇവർ പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരും അദ്ദേഹത്തെ കാണാൻ വരുന്നുണ്ട്, പക്ഷെ ഇതിലൊന്നും ഒരു പങ്കുമില്ലാത്ത ഒരേ ഒരാൾ ആ മാലാഖയായിരുന്നു. ഹി സ്പെൻഡ്, അദ്ദേഹം ചിലവഴിച്ചു, ഹിസ് ടൈം, അദ്ദേഹത്തിന്റെ സമയം, ട്രൈങ്, ശ്രമിച്ചുകൊണ്ട്. എന്തിനാണ് ശ്രമിച്ചത്? ടു ഗെറ്റ് കംഫർട്ടബിൾ, കുറച്ചും കൂടി കംഫർട്ടബിൾ ആവാം, സുഖമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇൻ ഹിസ് ബോറോഡ് നെസ്റ്റ്, അദ്ദേഹത്തിന് കടമായിട്ട് കിട്ടിയ നെസ്റ്റ്, ചെറിയ വീട്, ആ കൂടുണ്ടല്ലോ, അതിനുള്ളിൽ എങ്ങനെ കംഫർട്ടബിൾ ആകാം എന്ന് ആലോചിച്ചുകൊണ്ട്, ശ്രമിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സമയം ചെലവഴിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് താൽക്കാലികമായി കിട്ടിയ ഒരു വീടാണ് ബോറോഡ് നെസ്റ്റ് എന്ന താൽക്കാലികമായി കിട്ടിയ വീട്. അതിനുള്ളിൽ എങ്ങനെ സുഖമായിട്ടിരിക്കാമെന്ന് മാത്രമാണ് അദ്ദേഹം ശ്രമിച്ചത്. അറ്റ് ഫസ്റ്റ്, തുടക്കത്തിൽ, ദേ ട്രൈഡ്, അവർ ശ്രമിച്ചു, ടു മേക്ക് ഹിം ഈറ്റ്, അയാളെ കൊണ്ട് കഴിപ്പിക്കാൻ, തീറ്റിപ്പിക്കാൻ. എന്ത്? സം മോത്ത് ബാൾസ്, നമ്മുടെ മോത്ത് ബാൾസ് എന്ന് പറഞ്ഞാൽ പ്രാണികളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ചെറിയ ഗുളിക പോലെയുള്ള വൈറ്റ് നിറത്തിലുള്ള ഗുളിക ഉണ്ടല്ലോ, ടാബ്ലറ്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ അദ്ദേഹത്തെ കൊണ്ട് കഴിപ്പിക്കാൻ അവർ ശ്രമിച്ചു. ബട്ട്, പക്ഷേ, ഹി എയ്റ്റ് നത്തിങ്, അദ്ദേഹം അതൊന്നും കഴിച്ചില്ല. ബട്ട്, പക്ഷേ, എന്താ കഴിച്ചത്? എഗ് പ്ലാൻ മഷ്, എഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വഴുതന, മഷ് എന്ന് പറഞ്ഞാൽ കഴമ്പ്. എഗ് പ്ലാന്റ് മഷ്, വഴുതനയുടെ കഴമ്പ് മാത്രമാണ് അദ്ദേഹം കഴിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് ഈ പാറ്റഗുളിക പോലെയുള്ള നമ്മളെ പ്രാണികളെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന പല ടാബ്ലറ്റ്സും എറിഞ്ഞു കൊടുത്തെങ്കിലും അതൊന്നും അദ്ദേഹം കഴിച്ചില്ല. അദ്ദേഹം കഴിച്ചത് എന്ത് മാത്രമാണ്? എഗ് പ്ലാന്റ് മഷ്, നമ്മുടെ വഴുതനയുടെ കഴമ്പ് മാത്രമാണ് അദ്ദേഹം കഴിച്ചത്. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വേർച്യൂ സീംഡ് ടു ബി പേഷ്യൻസ്. ഹിസ്, അദ്ദേഹത്തിന്റെ, ഓൺലി, ഒരേ ഒരു, സൂപ്പർ നാച്ചുറൽ വെർച്യൂ, അമാനുഷികമായ അദ്ദേഹത്തിന്റെ ഒരു കഴിവ്, ഗുണം എന്ന് പറയുന്നത്, സീംഡ്, എന്തായിരുന്നു കാണപ്പെട്ടത്? ടു ബി പേഷ്യൻസ്, ക്ഷമയായിരുന്നു. അപ്പൊ ഇയാളൊരു ഏഞ്ചലാണ്. അപ്പൊ അമാനുഷികമായിട്ടുള്ള ഒരുപാട് കഴിവുകൾ ഉണ്ടാവും. ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ പോലെ അല്ലല്ലോ, അമാനുഷികമായിട്ടുള്ള ഒരു ജീവിയാണ് അല്ലെ. അപ്പൊ അമാനുഷികമായ ഒരുപാട് കഴിവുകളുണ്ട്, മനുഷ്യന് കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരേ ഒരു അമാനുഷികമായിട്ടുള്ള കഴിവെന്ന് പറയുന്നത് പേഷ്യൻസ്, അദ്ദേഹത്തിന്റെ ക്ഷമയായിരുന്നു. ഹി വാസ് ക്വൈറ്റ് പേഷ്യന്റ്, അദ്ദേഹം പൂർണ്ണമായിട്ടും ക്ഷമയുള്ള ഒരാളായിരുന്നു. വെൻ, എപ്പോഴാണ് അദ്ദേഹം ക്ഷമിച്ചത്? ദ ഹെൻസ്, ആ കോഴികളൊക്കെയും, അദ്ദേഹം ഒരു കോഴിക്കൂടിനുള്ളിലാണുള്ളത്, ആ കോഴികളൊക്കെയും പെക്കഡ്, കൊത്തിയപ്പോഴും, അരിഹിൻ, അദ്ദേഹത്തെ. അപ്പൊ അദ്ദേഹത്തെ, കോഴിക്കൂടിനുള്ളിലെ കോഴികളെല്ലാം അദ്ദേഹത്തെ കൊത്തുന്നുണ്ട്. അപ്പോഴെല്ലാം അദ്ദേഹം ക്ഷമിച്ച് വളരെ ക്ഷമാശീലനായിട്ട് നിൽക്കുകയായിരുന്നു. സെർച്ചിങ്, എന്തിനാണ് ഈ കോഴികൾ അദ്ദേഹത്തെ കൊത്തുന്നത്? സെർച്ചിങ്, തെരഞ്ഞുകൊണ്ട്, ഫോർ ദ പാരസൈറ്റ്സ്, പാരസൈറ്റിന് വേണ്ടിയിട്ട്. നമുക്കറിയാം, ഒരാളുടെ തലയിൽ ഉള്ള പേന പോലെ ജീവിക്കുന്ന ജീവികളെയാണ് പാരസൈറ്റ്സ് എന്ന് പറയാം. അപ്പൊ ഇയാളുടെ ചിറകിലും ഇയാളുടെ ശരീരത്തിൽ ഒരുപാട് രോമങ്ങളുണ്ട്, അതിനുള്ളിൽ ചെറിയ ചെറിയ കുഞ്ഞു ജീവികൾ ഉണ്ടാവും. ആ ജീവികളെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കോഴികൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ശരീരത്തിൽ കൊത്തുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇൻ ഹിസ് വിങ്സ്, അയാളുടെ ചിറകില് ഈ കോഴികളൊക്കെ കൊത്തിയപ്പോഴും അദ്ദേഹം എന്ത് ചെയ്യാണ്? ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി വാസ് പേഷ്യന്റ് അഗെയിൻ, അദ്ദേഹം വീണ്ടും ക്ഷമിച്ചു. ഹി വാസ് പേഷ്യന്റ്, അദ്ദേഹം ക്ഷമയുള്ളവനായിരുന്നു. അഗെയിൻ, വീണ്ടും. വെൻ, എപ്പോഴാണ് അദ്ദേഹം ക്ഷമിച്ചത്? ദ ക്രിപ്പിൾസ്, അംഗവൈകല്യമുള്ള ആൾക്കാര്, പുൾഡ് ഔട്ട്, പറിച്ചെടുത്തപ്പോഴും, ഹിസ് ഫെദേഴ്സ്, അദ്ദേഹത്തിന്റെ ചിറകിൽ നിന്നും അദ്ദേഹത്തിന്റെ തൂവലുകൾ പറിച്ചെടുത്തപ്പോഴും അദ്ദേഹം ക്ഷമയുള്ളവനായിരുന്നു. എന്തിനാണ് ഈ അംഗവൈകല്യമുള്ള ആൾക്കാരൊക്കെ ഈ തൂവലുകൾ പറിക്കുന്നത്? ടു ടച്ച്, അതുകൊണ്ട് സ്പർശിക്കാനാണ്. ദെയർ ലിംസ്, അവരുടെ കൈകാലുകൾ, അവർക്ക് പ്രശ്നമുള്ള അംഗവൈകല്യമുള്ള കൈകാലുകൾ ഉണ്ടാവുമല്ലോ, ആ കൈകാലുകളെ സ്പർശിക്കാൻ വേണ്ടിയിട്ട്. വിത്ത്, അതുമായിട്ട്. അപ്പൊ ഇയാളുടെ ശരീരത്തിൽ നിന്നും തൂവലുകൾ പറിച്ചെടുത്തിട്ട് ആ തൂവല് കൊണ്ട് അവരുടെ പ്രശ്നമുള്ള കൈകാലുകളിൽ സ്പർശിക്കാൻ വേണ്ടിയിട്ട് ഇയാളുടെ ശരീരത്തിൽ നിന്നും ഇയാളുടെ ചിറകിൽ നിന്നും അവരെന്ത് ചെയ്യുന്നുണ്ട്? തൂവലുകൾ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴും അദ്ദേഹം ക്ഷമിച്ചു. ഹി റിമെയിൻഡ് പേഷ്യന്റ്, അദ്ദേഹം ക്ഷമയുള്ളവനായി തന്നെ നിന്നു. വെൻ, എപ്പോഴ്? ഇവൻ ദ മോസ്റ്റ് മേഴ്സിഫുൾ, അവിടെ വന്ന മറ്റുള്ളവരും, അതായത് നല്ല ആൾക്കാർ പോലും, ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം, അദ്ദേഹത്തെ കല്ലെടുത്തെറിഞ്ഞപ്പോഴും അദ്ദേഹം ക്ഷമയുള്ളവനായിരുന്നു. ആഫ്റ്റർ ആൾ, എല്ലാത്തിനും ഉപരി, ദേ വെർ ഓൺലി ട്രൈങ്, അവരെന്തിനാണ് ശ്രമിച്ചത്? ടു ഗെറ്റ് ഹിം ടു റൈസ്, അയാളെ ഒന്ന് എണീപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ്. ടു റൈസ്,
റൈസ് എന്ന് പറഞ്ഞാൽ എണീപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട്. എന്തിനാണ് ഈ ഏഞ്ചൽ അയാൾ എണീക്കണം എന്ന് ഇവർ ചിന്തിക്കാനുള്ള കാരണം, ദേ കുഡ് സീ ഹിം, അദ്ദേഹത്തെ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡിങ് നിൽക്കുന്നതായിട്ട്. അപ്പൊ അവിടെ വന്ന മറ്റുള്ള ആൾക്കാർ പോലും ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇയാൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, കല്ലെടുത്ത് ഇയാൾ എറിയുന്നുണ്ട്. എന്തിനാണ് എറിയുന്നത്? ഇയാളൊന്ന് എണീറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട്. എണീറ്റ് നിൽക്കുന്ന ഏഞ്ചലിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്ന നല്ല ആൾക്കാർ പോലും കല്ലെടുത്ത് ഇദ്ദേഹത്തെ എറിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എന്നിട്ട് പോലും അദ്ദേഹം എന്താണ്, ക്ഷമയുള്ളവനായിരുന്നു. അപ്പോ ഒരു സാധാരണ മനുഷ്യനല്ല ഇയാൾ ഏഞ്ചലാണ്, ഒരു സൂപ്പർ നാച്ചുറൽ കഴിവുള്ള ആളാണ് നമുക്കറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അമാനുഷികമായുള്ള കഴിവെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ക്ഷമയാണ്. കോഴികൾ അയാളുടെ ശരീരത്തിലുള്ള ചെറിയ ജന്തുക്കളെ കഴിക്കാൻ വേണ്ടി അയാളുടെ ശരീരത്തിൽ കൊത്തുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ക്ഷണിച്ചു. അവിടെ വന്ന അംഗവൈകല്യമുള്ള ആൾക്കാര് അവരുടെ രോഗം മാറ്റാൻ വേണ്ടി ഇയാളുടെ ശരീരത്തിൽ നിന്നും തൂവല് പറിച്ചിട്ട് അവരുടെ ശരീരത്തിൽ സ്പർശിക്കാൻ വേണ്ടി തൂവല് പറിക്കുന്നുണ്ട്. അപ്പോഴും അദ്ദേഹം ക്ഷണിച്ചു. പിന്നെയോ അദ്ദേഹം അവിടെയുള്ള വന്ന ആൾക്കാരൊക്കെ അദ്ദേഹം ഒന്ന് എണീറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട്, എണീറ്റ് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അയാളെ കല്ലെടുത്തെറിഞ്ഞപ്പോഴും അദ്ദേഹം ക്ഷമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ ഒരു സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഏഞ്ചൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി, ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ക്ഷമയായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ബാക്കി ഭാഗം നമുക്ക് രണ്ടാമത്തെ പാർട്ടിൽ പരിചയപ്പെടാം.